ഞാനെന്ന മകളെക്കുറിച്ച് കുറച്ച് നേരം സംസാരിച്ചു. ഇനി ഞാനും എൻ്റെ അനിയൻ കുഞ്ഞും, അപ്പം ഞാനെന്ന ചേച്ചി, അതും ഒരുപക്ഷെ കൂടുതൽ പറയാൻ പറ്റുന്നത് അവനായിരിക്കാം. എങ്കിലും അവൻ പറഞ്ഞതായിട്ട് അറിഞ്ഞിട്ടുള്ളതും വെച്ച് ഞാൻ സംസാരിക്കുകയാണ്. പിന്നെ എനിക്ക് അവൻ എന്താണ് എന്നുള്ളത്, അവൻ എൻ്റെ അനിയൻ കുഞ്ഞാണ്. എന്നെക്കാട്ടിലും ഒരുപാട് പ്രായമൊന്നും ഇളയതല്ലെങ്കിലും 2 വർഷത്തിൻ്റെ വ്യത്യാസമല്ലേ. അപ്പം എനിക്കവന് ഇപ്പോഴും എനിക്ക് ഓർമ്മയുള്ളത് എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞിലെ നമ്മൾ LP UP ക്ലാസ്സുകളിൽ ആ ഒരു സമയത്ത് അന്നത്തെ കുറച്ച് കളികളുണ്ടല്ലോ, ഈ സിഗരറ്റ് പടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ തീപ്പെട്ടിയുടെ പടം ഒക്കെ ഇങ്ങനെ കീറി വെച്ചിട്ട് ഇങ്ങനെ ഒരു കളം വരച്ചിട്ട് അതിൻ്റെ നടുക്ക് ഇങ്ങനെ അടുക്കി വയ്ക്കും. എന്നിട്ടൊരു കല്ല് കൊണ്ട് ഇതിൽ ശക്തിയായിട്ട് എറിയണം. അപ്പോൾ അത് തെറിച്ച് ആ കളത്തിന് വെളിയിൽ പോകുന്ന എത്ര എണ്ണം കളത്തിന് വെളിയിൽ പോകുന്നു അതൊക്കെ ആ എറിയുന്ന ആൾക്ക് സ്വന്തം, ആ ഒരു രീതിയിലുള്ള. അപ്പം ഇവന് അമ്മ ഇങ്ങനെ കുരുവിക്കൂടെന്ന് പറയും, മുടി ചീകുന്ന സ്റ്റൈലാണ്. ഇങ്ങനെ ഫ്രണ്ട് വശം ഇങ്ങനെ ഒരു ഇച്ചിരി പൊങ്ങിയിരിക്കും. അങ്ങനെ ചീക്കിയിട്ട് ഒരു ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ടാണ് ആളിരിക്കുക. അപ്പം ഇടയ്ക്കൊക്കെ ഞാൻ ചെന്ന് നോക്കും എൻ്റെ അനിയനെ, സ്കൂളിൽ ഞങ്ങൾ രണ്ടും ഒരു സ്കൂളിലല്ലേ. അപ്പം ചെന്ന് നോക്കും. അപ്പം ഇവനിങ്ങനെ ഈ ഒരു ചേട്ടന്മാരൊക്കെ കളിക്കുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് എപ്പോഴും എൻ്റെ കണ്ണിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആ കാഴ്ച. ആൾ എന്നെക്കാട്ടിലും പാവമാണ്. ഒരു എന്താ പറയുക, എനിക്ക് അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കരമായിട്ടും ഇങ്ങനെ എന്തോ ഒരു ഫീലാണ്. അത് മിക്കവർക്കും മനസ്സിലാവും എന്താണ് ആ ഫീലെന്നുള്ളത്. അനിയന്മാരും അനിയത്തിമാരെയൊക്കെ കാണുമ്പോൾ നമുക്കുള്ള ഒരു ഫീല്. അപ്പം പക്ഷേ ഞങ്ങൾ മുറ്റിരിക്കാരായിരുന്നു. ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ഒരാഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ ഒരു കമ്മൽ ഒടിഞ്ഞു പോയി. ആ കമ്മൽ അതിന് മുമ്പ് ഒടിഞ്ഞിട്ടുണ്ട്. അത് ഒടിച്ചത് എൻ്റെ അനിയനാണ്. കാരണം ഇടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പൊരിഞ്ഞ ഇടിയാണ് ഞങ്ങൾ കുഞ്ഞിലെ നടത്തുന്നത്. കാരണം ഈ വാക്ക് തർക്കമാകുമ്പോൾ ഇടിയായി അടിയായി എന്നെ അടിച്ച് നിലത്തിടും. അപ്പം ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മ പറയുന്നത്, നീ ചുണ്ടയ്ക്കാന്ന് പറഞ്ഞാൽ ചെറിയ അത് കൊടുത്തിട്ട് വഴുതനങ്ങ വാങ്ങിക്കും, ചെറുത് കൊടുത്തിട്ട് വലുത് വാങ്ങിക്കുന്നവളാണെന്ന് എന്നോട് എപ്പോഴും പറയും. അങ്ങനെ കൊടുത്തിട്ട് വാങ്ങിക്കുന്നതാണ്. അങ്ങനെ ഒരു പ്രാവശ്യം അവൻ എന്നെ അടിച്ചു. അങ്ങനെ ഈ പിടിവലി ഇടയ്ക്ക് ഒരു ഇടി കിട്ടിയിട്ടാണ് എൻ്റെ കമ്മൽ 2ആയിട്ട് ഒടിഞ്ഞു പോയി. അപ്പോൾ ഇത് ശരിയാക്കാൻ അമ്മ കൊടുത്തപ്പോൾ പറഞ്ഞ, ഇതാരാണ്, ഇതെന്ത് സംഭവിച്ചാണ്, ഇത് ഇങ്ങനെ ഇടി വെച്ച് കൊള്ളാമല്ലോ, നല്ല ഇടിക്കാരാണല്ലോ മക്കൾ 2 എന്നൊരു കമൻറ്റ് അമ്മയ്ക്ക് കിട്ടുകയും ചെയ്തു. അപ്പം അങ്ങനെ ഒടിഞ്ഞ ശേഷം അത് വിളക്കിച്ചെടുത്തിട്ടാണ് ഇത്രയും നാൾ യൂസ് ആയത്. അപ്പം കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ മകളും കൂടെ കളിച്ച കൂട്ടത്തിൽ അവളൊരു തട്ട് തട്ടിയതാണ്. അതെന്തൊരു തട്ടായിരുന്നു, എൻ്റെ കുഞ്ഞിൻ്റെ കൈ നൊന്തല്ലോ എന്ന് ഓർത്ത്. അപ്പം ഇങ്ങനെ തട്ടിയപ്പം ഇത് വിളക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പവർ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അന്നേ പറഞ്ഞായിരുന്നു, അത് വിളക്കുന്ന ഇച്ചിരി പാടാണ്, ബുദ്ധിമുട്ടാണ്, അത് വിളക്കി വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. പെട്ടെന്ന് പോകാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ അന്നേ പറഞ്ഞു. പിന്നെ ഞാൻ അധികം അങ്ങനെ ആ കമ്മൽ യൂസ് ചെയ്യാറില്ല. അപ്പം കഴിഞ്ഞ ദിവസം അതിട്ട് അങ്ങനെ അവളുടെ ഒരു തട്ട് കൊണ്ട് അത് 2 കഷ്ണമായിട്ട് ഒടിഞ്ഞു പോയി. അപ്പം അത് മാറി പിന്നെ പുതിയതെടുത്തിട്ട്, അപ്പം അത് ഇങ്ങനെ ഞാനപ്പോൾ അവളോട് പറയുകയും ചെയ്തു, ഇതിപ്പം നീ ഒന്ന് ഒടിച്ച്, ഇതിന് മുമ്പ് ഒടിച്ചത് നിൻ്റെ മാമനാണ് എന്ന്. അപ്പോൾ അങ്ങനെ ഇടിയും ബഹളവും എല്ലാം ഉള്ളായിരുന്നു. പിന്നെ ഓണം ആകുമ്പോഴത്തേക്ക് ഊഞ്ഞാലിടുക എന്നുള്ളതാണല്ലോ പ്രധാനമായിട്ടും. അപ്പം ഞാൻ ഇവനൊരു സമാധാനം കൊടുക്കത്തില്ല, പറഞ്ഞുകൊണ്ടിരിക്കും. ഇവൻ പറഞ്ഞാൽ അച്ഛന് പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ഓരോ ദിവസത്തെ പരീക്ഷ കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഇനി ഇത്ര ദിവസം എന്ന് ചിന്തിക്കും. അങ്ങനെ ലാസ്റ്റ് തീരുന്ന ദിവസം നമ്മൾ ആ ഒരു ടൈമിൽ എല്ലാ ദിവസവും വിചാരിക്കുന്നത് എന്തായിരിക്കും എന്നറിയാം, ഏത് പരീക്ഷ വന്നാലും രാവിലെ ആയിരിക്കണം. കാരണം രാവിലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് അത്ര സമയം ഫ്രീ കിട്ടുമല്ലോ. ലാസ്റ്റത്തെ ദിവസമാണെങ്കിൽ രാവിലെ കൊണ്ട് പരീക്ഷ വന്നാൽ അത്രയും സമയം കൂടെ കിട്ടുമല്ലോ കളിക്കാൻ. ഈ ഒരു ചിന്താഗതിയാണ് അന്നത്തെ. അങ്ങനെയൊക്കെയാണ് ഊഞ്ഞാലിടുന്നത്. ചിലപ്പോൾ സന്ധ്യ സമയത്തായിരിക്കും, ചിലപ്പം രാത്രിയിലൊക്കെ കുറച്ച് നേരമൊക്കെ ഊഞ്ഞാലാടിയിട്ട് അപ്പം വീട്ടിലെ അമ്മ ആരെങ്കിലും അത് കെട്ടിയൊക്കെ വെക്കും മുകളിലോട്ട് കെട്ടി. പിറ്റേ ദിവസം വെളുപ്പിന് എണ്ണിച്ച് കിടന്ന ലാസ്റ്റ് ഊഞ്ഞാലാടി തലയ്ക്ക് ഏതാണ്ട് പെരുപ്പ് പോലെ വരും. അങ്ങനെ ഒരവസ്ഥ എത്തുമ്പോഴേ ഊഞ്ഞാലിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ. അതായിരുന്നു ഞങ്ങളുടെ ഓണത്തിൻ്റെ ഒരു ഇത്. പിന്നെ ഞങ്ങൾ എന്താ പറയുക, ഓരോ പ്രായം ചെല്ലുന്തോറും നമുക്ക് ഭയങ്കര സ്നേഹമാണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് തരും.
അവനെ അതുപോലെ തന്നെ എനിക്കിഷ്ടമാണ്. അവനെ ആരും ഒന്നും പറയുന്നതൊന്നും എനിക്കിഷ്ടമില്ല. ഇപ്പോഴും എനിക്കിങ്ങനെ തന്നെ. അവനെ തൊട്ടാരും ഒന്നും പറയില്ല, അതെനിക്കിഷ്ടമല്ല. അതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് അധികം സംസാരിക്കത്തുമില്ല, ഞാൻ വിളിക്കാറില്ല ഇപ്പം. നല്ല ഫ്രണ്ടായിരുന്നു. വേറൊന്നുമില്ല, എന്തോ ഒന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അവനെക്കുറിച്ച്. അതിൽ പിന്നെ ഞാൻ അവളോട് അങ്ങനെ സംസാരിക്കാറില്ല. അപ്പോൾ അവൻ അത് അത്ര പ്രിയപ്പെട്ടതാണ് അവൻ എനിക്ക്. ഇടിയും ബഹളവും വഴക്കമൊന്നും എന്തുകൊണ്ടെങ്കിലും ഞാൻ അവനോട് പറയും. അവൻ നോ എന്ന് പറഞ്ഞാൽ എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ജിമ്മിലൊക്കെ ആവുന്ന സമയത്ത് ഈ മത്സരങ്ങളും കോമ്പറ്റീഷന് പോകുമല്ലോ. അപ്പം മിസ്റ്റർ ആലപ്പി ഒക്കെ ഉണ്ട്. അപ്പം അതിനൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര ഡയറ്റാണ്. എനിക്കാണെങ്കിൽ അങ്ങ് സങ്കടം വായിച്ചൊക്കെ എന്താണ് ഇപ്പം ചെയ്യുന്നത്. അപ്പം ഓരോ രീതിയിലുള്ള ഫുഡുകളൊക്കെയാണ്. അത് പിന്നെ എൻ്റെ അമ്മയ്ക്ക് നല്ല കറക്റ്റായിട്ട് അറിയാം, അതിൻ്റെ പാകവും പരുവൊക്കെയാണ്. അപ്പം ഞാൻ ഇങ്ങനെ അതിനനുസരിച്ച് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് അവൻ കഴിക്കാത്ത രീതിയിൽ ഉണ്ടാക്കിയ കാര്യമില്ല. അപ്പോൾ അതിനകത്തുനിന്ന് അവൻ എങ്ങനെയെങ്കിലും കഴിക്കുന്ന രീതിയിൽ എന്തൊക്കെ ഉണ്ടാക്കാം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുമായിരുന്നു. അപ്പം ചെയ്തിട്ട് എന്താ പറയുക, എനിക്ക് അവന് അത്ര സ്വന്തമാണ്. അപ്പം അവനിപ്പം കല്യാണം കഴിഞ്ഞ് കുഞ്ഞായെങ്കിലും അവനിപ്പോഴും എൻ്റെ അനിയൻ കുഞ്ഞാണ്. ഒരിക്കലും എന്താ പറയുക, എൻ്റെ ഹൃദയത്തിൽ നിന്ന് അവൻ പോവില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഞാനത് അമ്മയോട് എപ്പോഴും പറയും. ഈശ്വരൻ വന്ന് താഴെ വന്നെന്ന് പറഞ്ഞാലും ഞാനൊരിക്കലും അവനെ വിട്ട് പോവില്ല. എൻ്റെ മനസ്സിൽ എന്നും അവനൊരു സ്ഥാനമാണ്. ഞങ്ങൾ ചിലപ്പോൾ വഴക്കിടും, അങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാം, പക്ഷേ ഒരിക്കലും അവനെ ആരും ഒന്നും പറയില്ല. അതെനിക്കിഷ്ടമല്ല. ആ ഒരു ചിന്താഗതി എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അതിപ്പോൾ എൻ്റെ ഹസ്ബൻഡാണേലും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല. അത് വേറെ ആരെയാണേലും എന്തെങ്കിലും പറഞ്ഞു, പക്ഷേ എൻ്റെ അനിയനെ തൊട്ട് ഒന്നും പറയരുതെന്ന് പറയും. അവനെ സംബന്ധിച്ച് അവനവൻ്റെ വൈഫിനോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ പോസിറ്റീവായിട്ട് എന്ന് വെച്ചാൽ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുകയെന്ന് പറയത്തില്ലേ, ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യണം. അത് അങ്ങനെ ഒരിത് നിങ്ങളത് ചെയ്തോ, അതിനൊരു കുഴപ്പമില്ല, ഞാൻ കൂടെ ഉണ്ട്, അങ്ങനെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ വലിയ മിടുക്കുള്ളത് അവൾക്ക് തന്നെ. എന്നെക്കാളും മിടുക്ക് അവൾക്കാണ് എന്ന് വൈഫിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് ആ കൊച്ചെ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അങ്ങനെ ചില കാര്യങ്ങളിൽ അവന് എന്നെ അറിയാം. ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അതിൻ്റെ 2-3 വശങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ചിന്തിക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും സംസാരിക്കാനും ഒക്കെ അവൾക്ക് പറ്റും. എങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയൊക്കെ എന്നെക്കുറിച്ചുണ്ട് എന്നെനിക്കറിയാം. അപ്പം ബാക്കിയുള്ളത് ഞാൻ അവനോട് ചോദിക്കാം. അപ്പം പറയും, നിന്നെക്കുറിച്ച് എന്താ പറയാനാ, നീ ഇങ്ങനെ വെറുതെ വാശിയും പിടിച്ചിങ്ങനെ നടക്കും, അത്ര തന്നെ. ഇതായിരിക്കും അവൻ എന്നെക്കുറിച്ച് പറയാനുള്ളത്. അതാ, പക്ഷേ ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. അത് ഞാൻ വേറെ വീഡിയോസിലൊക്കെ എവിടേക്കെയോ പറഞ്ഞിട്ടുണ്ട്. അവന് ഞാൻ തമ്മിലുള്ള ആ ഒരു അറ്റാച്ച്മെൻ്റ് അത്ര ഇതാണ്. ഞാൻ ഒരിക്കലും അവനോട് പറയും ചെയ്യാം, ഞാൻ ഈ കല്യാണം കഴിഞ്ഞ് കുഞ്ഞൊക്കെ ആയപ്പോൾ എനിക്ക് തോന്നുന്നത് നീ എൻ്റെ ഒരു അനിയൻ കുഞ്ഞാണ് ഇങ്ങനെ പറയും. അപ്പോൾ അവൻ പറയും പിന്നെ ഇങ്ങനെയൊക്കെ വെക്കും. പിന്നെ ഇവിടുന്ന് ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ട എന്ന് വെച്ചാൽ, എനിക്ക് ചായ കുടിക്കാൻ ഇഷ്ടമാണ്. ചായ എന്ന് പറഞ്ഞാൽ ഒരുപാട് മധുരമായാലും, പക്ഷേ അത് സ്ട്രോങ് ആയി, ഒരുപാട് സ്ട്രോങ് ആണ്, നല്ല സ്ട്രോങ് ചായ, മധുരം കൂടാതെ കറക്റ്റ് മധുരത്തിന്. ഇതാണ് ഇറങ്ങുമ്പോൾ എന്തോ വേണ്ടേ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയുന്നത്, ഈ പാല് വീട്ടിൽ കാണുമെങ്കിൽ വേണ്ട, ഇല്ലെന്നുണ്ടെങ്കിൽ മിക്കവാറും എല്ലാ ദിവസവും 2 പാക്കറ്റ് പാല് വാങ്ങിക്കും. അപ്പം ഞാൻ പറയാം, ഉണ്ടെങ്കിൽ വേണ്ട, ഇല്ലെങ്കിൽ പാല് വാങ്ങിക്കുക, ഏത്തപ്പഴം മേടിക്കുക, ഇങ്ങനെയൊക്കെ പറയും. പിന്നെ നമുക്ക് വേറെ, എനിക്ക് ബേക്കറി അങ്ങനെയല്ല, നമുക്ക് ചായക്കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലെനിക്കിഷ്ടമെന്ന് വെച്ചാൽ പരിപ്പുവടയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടാക്കി കുഞ്ഞിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഉണ്ടെങ്കിൽ എനിക്കിഷ്ടമാണ്. അപ്പം അത് ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറയും. ചിലപ്പോൾ അത് കടച്ചാണെങ്കിൽ എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരും. പക്ഷേ കൂടുതൽ കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കും. അപ്പം അതാണ് ഞാൻ എന്നെ ചേച്ചി എന്നുള്ള നിലയിൽ ഞാൻ അങ്ങനെയാണ്. പിന്നെ എന്തും അവനോട് ചോദിക്കുക എന്നുള്ളത് എനിക്ക് മസ്റ്റാണ്. ചില കൺഫ്യൂഷനുകളെല്ലാം ഏകദേശം എന്നെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും അവന് അറിയാം.
ഞാൻ എന്താണ്, എങ്ങനെയാണ്, എനിക്ക് വല്ല രഹസ്യങ്ങളുണ്ടോ, പറയാത്തതുണ്ടോ, അറിയാത്തതുണ്ടോ, എല്ലാ കാര്യങ്ങളും അവനറിയാം. അവനറിയാത്ത ഒരേ ഒരു കാര്യം ഉണ്ടായിരുന്നു, അതും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കൊടുത്തു. എന്നുവെച്ചാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ ഒരു മനോഭാവം അങ്ങനെയാണ്. നമ്മളെന്തിനാണ് മറ്റുള്ളവരടുത്തുനിന്ന് മറയ്ക്കുക? അങ്ങനെ കൂടുതലായിട്ട് നമ്മുടെ സ്വന്തം നമ്മുടെ വീട്ടിലുള്ളവർ, ബന്ധുക്കൾ എന്ന് പറയുന്നില്ല, നമ്മുടെ അച്ഛൻ, അമ്മ, നമ്മുടെ അനിയൻ അല്ലെങ്കിൽ ചേട്ടൻ എന്നൊക്കെ പറയാൻ നമ്മുടെ വീട്ടിലുള്ളവരാണല്ലേ. അപ്പം അങ്ങനെയുള്ളവരോട് നമ്മൾ എല്ലാം ഒന്നും മറയ്ക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഹസ്ബൻഡിനോട് പറയാനുള്ളതെല്ലാം പറഞ്ഞേക്കണം. ഇപ്പോൾ ഒരു പ്രശ്നമില്ല. മനസ്സിൽ വെച്ചൊരു ഭാരം കൊണ്ട് നടക്കുന്നതിനെക്കാട്ടും നല്ലത് മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയുന്നതല്ലേ. ഞാനതുകൊണ്ടെല്ലാം അങ്ങനെ പറയേണ്ട ഒരു ആളാണെന്ന് തോന്നിയാൽ ഞാനതെല്ലാം അവരോട് പറയും. എല്ലാവരോടും അല്ല, പറയേണ്ട ആൾക്കാരോട് ഞാൻ പറയും. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. പിന്നെ ഇപ്പം നമ്മളൊരു കാര്യം ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരെക്കുറിച്ചാണോ പറയുന്നത് അവർക്ക് ഭാവിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും എന്നുണ്ടെങ്കിൽ നമ്മളത് പറയാതിരിക്കുക തന്നെ, അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മളെ സംബന്ധിക്കുന്ന കാര്യമാണെങ്കിൽ നമുക്ക് ആരോട് പറയുന്നതിലും ഒരു ഇതും വിചാരിക്കേണ്ട. നമുക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ കേൾക്കുന്നവർക്ക് മാത്രമായിരിക്കും പ്രശ്നം ഉണ്ടാകുക. അവർക്കും കുഴപ്പമില്ലെങ്കിൽ നമുക്ക് സംസാരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മളെപ്പോഴും പാത്രം അറിഞ്ഞ് വിളമ്പണമെന്ന് പറയുന്ന പോലെ പറയേണ്ടത് പറയണം. നമ്മുടെ സ്വന്തക്കാർ, നമ്മുടെ കൂടപ്പിറപ്പ്, നമ്മുടെ അച്ഛൻ, അമ്മ, ഇവരോടൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ പറയാം. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള ബന്ധുക്കളോട് പറഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്ക് വിപരീത അനുഭവം ഉണ്ടാക്കും. അപ്പം നമ്മൾ എന്തായാലും പറയുന്നതിന് മുമ്പേ തീരുമാനിച്ച് ആലോചിച്ച് പറയുക എന്നുള്ളത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. അതാണ് ഞാനെന്ന ചേച്ചി. ബാക്കി അവനോട് ചോദിച്ചിട്ട് ഞാൻ പറയാം. ഓക്കെ.